ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്തിൻ്റെ റെസിപ്പിയാണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഇടിച്ചക്ക പൊടുത്തുവലിൻ്റെ റെസിപ്പീസായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇടിച്ചക്ക പൊടുത്തുവലിൻ്റെ റെസിപ്പി നോക്കാം. അതെ, ഒരു ഇടിച്ചക്ക രാവിലെ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യാന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ അവസാനമാണ് ഇടിച്ചക്ക പൊടുത്തുവലിലേക്കുള്ള നറുക്കമാണത്. അപ്പോൾ അതെ, ഇതുപോലെ പീസ് ചെയ്ത് വെച്ച് അതിൻ്റെ മുളഞ്ഞ തൊലിയൊക്കെ കളഞ്ഞു അത് വേവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ പീസ് ചെയ്ത് അതിലോട്ട് കുറച്ച് കല്ലുപ്പും മഞ്ഞപ്പൊടിയും അത് വേവാനുള്ള വെള്ളവും ഒഴിച്ച് നമുക്ക് കുക്കറിൽ വേവാൻ വെക്കാം കേട്ടോ. ഒരു വിസിൽ മാത്രം വന്നാൽ മതി, കാരണം ഒരുപാട് വെന്തു എന്ന് പറഞ്ഞാൽ അത് നന്നായിരിക്കില്ല കഴിക്കാൻ. ഒരു വിസിലാണ് ഇതിൻ്റെ ഒരു പടം. അപ്പോൾ അതെ, കുക്കർ വിസിലടിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റം വെന്തു എന്നാണ് സിഗ്നൽ വന്നിരിക്കുന്നത്. അതെ, ആറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കതിനെ പൊടിയായി എടുക്കാം കേട്ടോ. അത് കൈ കൊണ്ട് പൊടിക്കാവുന്നതാണ്, അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചതച്ച് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇത് എങ്ങനെയാണെങ്കിലും നമ്മുടെ ഇഷ്ടമാണ്. അതെ, കടുക് വറുക്കാൻ തുടങ്ങിയത് കടുക് ഇട്ടു. നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, പിന്നെ നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. ചില്ലി സ്ലൈസ് ഇട്ടിട്ടുണ്ട്, അത് ഇടുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു ഏതാണ് കേട്ടോ. അപ്പോൾ ചില്ലി സ്ലൈസ് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ. തേങ്ങ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി ഒരു ബ്രൗൺ കളർ വരും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ഐറ്റം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് ഇടിച്ചക്ക പൊടിയാക്കി വെച്ചിരുന്നില്ലേ, അതിനിതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കറി റെഡിയായി. ഇതാണ് ഇതുപോലെ ഇരിക്കും നമ്മുടെ ഐറ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനൊന്ന് സെർവ് ചെയ്യും കൂടെ ചെയ്യാം അല്ലേ. ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറിലോട്ട് നമുക്ക് കടലക്കറി ഒഴിക്കാം കേട്ടോ. കടലക്കറി ഒഴിച്ച ശേഷം നെല്ലിക്കച്ചാറാണ് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ മുളക് കൊണ്ടാട്ടമാണ് കേട്ടോ വെച്ച് കൊടുക്കാൻ പോകുന്നത്. മുളക് കൊണ്ടാട്ടം വെച്ച് കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ ഐറ്റം വിളമ്പാലേ. പൊടുത്തുപോലെ കുറച്ച് തോനെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം എൻ്റെ ഫേവറേറ്റാണത്. അപ്പോൾ നമ്മുടെ പൊടുത്തുപോലും കൂടി ഇത് ആഡ് ചെയ്ത് കഴിക്കാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? സൂപ്പറാണ് കേട്ടോ.